ഹലോ എവ്രി വൺ, അക്കോർഡിംഗ് ടു ദ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. സോ ഇന്ന് നോക്കാം എന്ത് മെസ്സേജസ് ആണ് പ്രേക്ഷകർക്ക് ഇപ്പോൾ ലഭിക്കേണ്ടത്. വാട്ട് യു ഷുഡ് നോ റൈറ്റ് നൗ. ഓക്കെ, എന്താണ് പ്രേക്ഷകർ അറിയേണ്ടത്, അതാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. 9 ഓഫ് സോഡ്സ്. ഓക്കെ, 2 ഓഫ് കപ്സ്, the lovers, queen of wands and 3 of swords. Okay, ഈ വരുന്ന മെസ്സേജസ് എല്ലാവർക്കും ഉള്ളതല്ല, എന്നാൽ ചില പ്രേക്ഷകർ ഈ മെസ്സേജസുമായിട്ട് റെസനേറ്റ് ചെയ്യും. ഇതൊരു ലവ് മെസ്സേജ് ആണ് വരുന്നത്. ഓക്കെ, ഈ ഒരു കണക്ഷനിൽ പെർട്ടിക്കുലർലി നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ. ഓക്കെ, ഇവിടെ ഏറെ ടെൻസ്ഡ് ആണിപ്പോൾ നിങ്ങൾ. ഓക്കെ, നിങ്ങൾക്കറിയില്ല വെദർ ഈ കണക്ഷൻ നിങ്ങൾക്കുള്ളതാണോ. ബിക്കോസ് ഇടയ്ക്കത്തെ 3 കാർഡ് വളരെ നല്ല കാർഡാണ്. 2 ഓഫ് കപ്സ്, ലവേഴ്സ്, ക്വീൻ ഓഫ് വാൻസ്. ഓക്കെ, നല്ല ബന്ധം, ഒത്തൊരുമ, സ്നേഹം, ഓക്കെ, ഈക്വാലിറ്റി, അതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ഇൻഡിപെൻഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. മെയിൽ ഓർ ഫീമെയിൽ പ്രേക്ഷകർ ആരെയാണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളുടെ ഹസ്ബൻഡ് ആകാം, നിങ്ങളുടെ വൈഫ് ആകാം, നിങ്ങളുടെ ബോയ് ഫ്രണ്ട്, നിങ്ങളുടെ ഗേൾ ഫ്രണ്ട്. ബട്ട് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് 9 ഓഫ് സ്വോർഡ്സിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 3 ഓഫ് സ്വോർഡ്സിലാണ് എൻഡ് ചെയ്യുന്നത്. സോ എവിടെയോ നിങ്ങൾക്ക് ഡിസെപ്ഷൻ തോന്നുന്നുണ്ട്, എവിടെയോ നിങ്ങൾക്ക് ബിട്രയൽ തോന്നുന്നുണ്ട്. ബിട്രയൽ എന്ന് പറയുമ്പോൾ മറ്റൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ബിട്രയൽ നടക്കാം, അങ്ങനെയും നടക്കാം. ബട്ട് പ്രോമിസസ്, ഓക്കെ, നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവർ, നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണർ നിങ്ങളോട് ചെയ്ത പ്രോമിസസ് കീപ്പ് അപ്പ് ചെയ്യാത്തതും ഒരു ബിട്രയൽ ആണ്. ഓക്കെ, എവിടെയോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ സന്തുഷ്ടരല്ല. ഓക്കെ, നിങ്ങൾക്ക് സംതൃപ്തി ഇല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷെ പുറമേ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാണുകയാണെങ്കിൽ വളരെ നല്ല റിലേഷൻഷിപ്പ്, നല്ലൊരു ജോഡി, നല്ലൊരു ബന്ധം. ഓക്കെ, ഒരു ഹസ്ബൻഡ് വൈഫ് ലവിങ് കെയറിങ്, ഹസ്ബൻഡ് വൈഫ് ലവിങ് കെയറിങ് ലവേഴ്സ്, ആ ഒരു ഡിപ്പിക്ഷനാണ് വരുന്നത്. എവിടെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ്, അതാണ് വരുന്നത്. ഓക്കെ, യെറ്റ് ഉള്ളിൻ്റെ ഉള്ളിൽ, ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറെ വേദനകളും ഏറെ ബിട്രയലും സംശയങ്ങളും, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഒരു ജീവിതം. ഓക്കെ, ഈവൻ ഇഫ് മൈറ്റ് ബി ചില പ്രേക്ഷകർ സെപ്പറേഷനിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ സ്ഥലത്തായിരിക്കാം. ഒന്നിച്ച് താമസിക്കുന്ന പാർട്ട്നേഴ്സ് ആണെങ്കിൽ പോലും അവിടെയും നിങ്ങൾ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, യു ഡോണ്ട് ഹാവ് സപ്പോർട്ട്, അതാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. സോ എല്ലാ പ്രേക്ഷകർക്കും ഉള്ള ഒരു മെസ്സേജ് അല്ല. നിങ്ങൾ ഈ ഒരു മെസ്സേജിൽ റെസനേറ്റ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതല്ല. ഓക്കെ, യെറ്റ് ഇത് നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ some of the messages might resonate you. Okay, because എൻ്റെ സ്റ്റാർട്ടിങ് ഇൻറ്റൻഷൻ തന്നെ ആർക്ക് വേണ്ടിയാണോ ഈ വീഡിയോ അല്ലെങ്കിൽ മെസ്സേജസ്, ആ ആൾക്ക് അല്ലെങ്കിൽ ആ ഒരു മെമ്പറിന് ഈ വീഡിയോ ലഭിക്കട്ടെ എന്നതായിരുന്നു. ഓൾറൈറ്റ്, സോ ലെറ്റ് മി ക്ലാരിഫൈ 9 of swords. Please clarify 9 of swords, 7 of pentacles and 4 of swords. Okay, please clarify 3 of swords, Knight of wands. What is the relation between 2 of cups and lovers? Tower. Okay, future of this connection, please.
6 of Cups and Page of Cups. Okay. So, see, currently നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങൾ എവിടെ ബിട്രയൽ ഫീൽ ചെയ്യുന്നു, എവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരു ഹോപ്പ് ഇല്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളിപ്പോഴും വെയിറ്റിംഗിലാണ്. ഓക്കെ, ഈവൻ തോ നിങ്ങൾക്കറിയാം ഈ റിലേഷൻഷിപ്പിൽ വലിയ ഹോപ്പില്ല, ബട്ട് എന്നിട്ടും നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്. ഓക്കെ, ഏറെ മെമ്പേഴ്സ് പ്രേയേഴ്സ് ചെയ്യുന്നുണ്ട്, ഹീലിങ്സ് ചെയ്യുന്നവരുണ്ട്. മൈറ്റ് ബി നിങ്ങൾ റോസ് കോഡ്സ് അല്ലെങ്കിൽ ഉനക്കൈറ്റ് ബ്രേസ്ലെറ്റ് ധരിക്കുന്നുണ്ട്. റോസ് കോഡ്സ് ആണ് എന്നെ കാണിക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോഴും വെയിറ്റിംഗിലാണ്. ബിക്കോസ് നിങ്ങൾ ഒത്തിരി കമ്മിറ്റഡ് ആയിരുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ, ആൻഡ് നിങ്ങൾക്ക് എവിടെയോ നിങ്ങളുടെ കമ്മിറ്റ്മെൻറ്റിൽ ഒത്തിരി വിശ്വാസമുണ്ട്. ഓക്കെ, 3 of Swords ആണ് ബിട്രേൽ ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ എവിടെ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ നിങ്ങളെ ഒറ്റപ്പെടുത്തി, ആ ഒരു കാര്യത്തിൽ വ്യക്തത നിങ്ങൾക്ക് വരുന്നുണ്ട്, നിങ്ങൾക്കൊരു ഇൻഫോർമേഷൻ വരുന്നുണ്ട്. പക്ഷേ ആ ഇൻഫോർമേഷൻ വളരെ ഫാസ്റ്റ് ആയിരിക്കും, ആ ഇൻഫോർമേഷൻ ക്ലിയർ ആവില്ല. ഓക്കെ, ക്ലിയർ അല്ലാത്ത ജസ്റ്റ് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർലി ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടത്തില്ല ആ ഒരു മെസ്സേജിൽ, ആ ഒരു സംസാരത്തിൽ. ഓക്കെ, നൗ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 of Cups ആൻഡ് ലവേഴ്സ് ടവർ ആണ് വന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഫൗണ്ടേഷൻ ഓഫ് ദ റിലേഷൻഷിപ്പ് വാസ് നോട്ട് സ്ട്രോങ് അല്ലാത്ത ഫൗണ്ടേഷൻ ആയിരുന്നു. നിങ്ങളെല്ലാവർക്കും അറിയാം ഫൗണ്ടേഷൻ. ഓക്കെ, ഇഫ് ഞാനൊരു ഗ്ലാസ് ഈ ടേബിളിൽ വെക്കുകയാണെങ്കിൽ ഈ ടേബിൾ ഉറപ്പുള്ളതാണെങ്കിൽ മാത്രമേ ആ ഗ്ലാസ് ഈ ടേബിളിൻ്റെ മേളിൽ ഇരിക്കൂ, റൈറ്റ്? സോ നിങ്ങളുടെ ആ ഒരു ഫൗണ്ടേഷൻ ശരിയല്ലായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ബിൽഡ് ഓൺ സെയിം ആസ്പെക്ട്. ഓക്കെ, ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉള്ളവരായിരുന്നു. ഓക്കെ, ഈവൻ തോ മൈറ്റ് ബി നിങ്ങളുടെ സ്പൗസ്, ബിക്കോസ് ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നത് വാസ് ലിറ്ററലി ടാക്ടിക് പേഴ്സൺ ഇൻ ദ സെൻസ് നിങ്ങൾ വളരെ ഓപ്പൺലി സംസാരിക്കുന്നുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ സ്പൗസ് അവരുടെ വ്യക്തത അല്ലെങ്കിൽ അവരെന്താണ് ആഗ്രഹിക്കുന്നത്, അവരെന്താണ് ഈ ഒരു കണക്ഷനിൽ മുന്നോട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കണക്ഷൻ ആഗ്രഹിക്കുന്നതുള്ളത് ക്ലിയർലി നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർലി നിങ്ങളോട് പറഞ്ഞിട്ടില്ല. വാസ് ഹൈഡിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ, ഒത്തിരി കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, ആൻഡ് നിങ്ങൾ ടോട്ടലി കമ്മിറ്റഡ് ആയിരുന്നു, ഫുൾ ഓൺ ട്രസ്റ്റ്. ഓക്കെ, ടോട്ടലി ക്ലിയർ. നിങ്ങളുടെ മനസ്സിൽ എന്തുണ്ടോ അത് തന്നെ നിങ്ങൾ പുറമെ പറഞ്ഞിരുന്നു. ബട്ട് യുനോ ആ ഒരു ബേസിലാണ് ഈ കണക്ഷൻ ഇത്രയും നാൾ മുന്നോട്ട് പോയത്. പക്ഷേ യെസ്, ചേഞ്ചസ്, ടവർ മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് എപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ദാറ്റ് ദിസ് ഈസ് നോട്ട് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതല്ല നടക്കുന്നത്. ഓക്കെ, എപ്പോൾ ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായോ ആ സമയത്തൊരു ബ്രേക്ക്, ഒരു ചേഞ്ച്, വഴക്ക്, സെപ്പറേഷൻ, ഈവൻ തോ നിങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത്, മൈറ്റ് ബി നിങ്ങൾ സംസാരിക്കുന്നില്ലായിരിക്കാം. ഓക്കെ, ഓർ നിങ്ങൾ ഓപ്പൺലി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നില്ലായിരിക്കാം, നിങ്ങളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ റൈറ്റ്, ബട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഓക്കെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ദർ ഇസ് ഹോപ്പ്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഹോപ്പുണ്ട് ആൻഡ് ഡിവൈനിനും ഹോപ്പുണ്ട്. ഓക്കെ, ഈവൻ തോ ഇപ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കത്തില്ല, എന്നാൽ ക്ലിയർലി ഇത്തിരി യങ് എനർജി നിങ്ങളുടെ സ്പൗസിൻ്റെ യങ് ഹാർട്ട് ആകാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ യങ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇൻഫോർമേഷൻ. ഓക്കെ, ആ ഇൻഫോർമേഷനിൽ നിങ്ങൾക്ക് പല കാര്യങ്ങൾ മറക്കാനും പൊറുക്കാനും ആൻഡ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒന്നും കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില പ്രേക്ഷകർക്ക് എവിടെ ഈ ഒരു ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് പോലും നിങ്ങളുടെ ഹാർട്ട് ബ്രേക്ക്, നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റുന്നില്ലയോ? ഓക്കെ, മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ഒരു എനർജിയാണ്. പാസ്റ്റ് ലൈഫിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ഒരാളാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിവൈൻ പാർട്ട്ണർ. ഓക്കെ, ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻലൈറ്റൻ എൻചാൻറ്റഡ് 1111 എൻ്റെ ചാനലിൽ ഞാനൊരു പോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ചെന്ന് വോട്ട് ചെയ്യാവുന്നതാണ്.
പിക്ക് എ കാർഡ് റീഡിങ്ങിൽ നെക്സ്റ്റ് ടോപ്പിക് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടത് അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ടോപ്പിക് സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് വിത്തിൻ 2 days ഞാൻ ആ ടോപ്പിക് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഓൾറൈറ്റ്. സോ വാട്ട് എൽസ്? I think I'll take this cards. Now അതിനു മുമ്പ് ഒരു അറിയിപ്പും കൂടി. I wanted to show you, ഇതാണ് എനർജൈസ്ഡ് മഞ്ഞൾപ്പൊടി, ലോർഡ് വിഷ്ണു ദേവൻ്റെ സിമ്പിൾ ഫോർ ലക്ക്, അബണ്ടൻസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഗോഡസ് മഹാലക്ഷ്മി അമ്മയുടെ സിമ്പിൾ ഫോർ ബ്യൂട്ടി, പ്രോസ്പെരിറ്റി, അബണ്ടൻസ്, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് വെൽത്ത്. ആൻഡ് ഗോഡസ് മാ കാളിയുടെ സിമ്പിൾ ഫോർ ഡിവൈൻ പ്രൊട്ടക്ഷൻ. ഈ 3 സിമ്പിളും ആൻഡ് മന്ത്രാസ് കൊണ്ടും എനർജൈസ് ചെയ്ത മഞ്ഞൾപ്പൊടിയാണ്. ഹൈ ക്വാളിറ്റി മഞ്ഞൾപ്പൊടിയാണ്. നിങ്ങൾ റിച്വൽസ് ചെയ്യാറുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് 2025 ആണ്. ഈ ഒരു വർഷം മഞ്ഞൾപ്പൊടിയുടെ തിലക് ഇൻ ദ സെൻസ് മഞ്ഞൾപ്പൊടി ചാലിച്ച് നിങ്ങളുടെ ചെവിയുടെ പുറകിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അത് നിങ്ങളുടെ ലക്ക് ബൂസ്റ്റ് ചെയ്യുന്നതാണ്, പല മാനിഫെസ്റ്റ് ഇഫക്റ്റ് മാറ്റിത്തരുന്നതാണ്. സോ മന്ത്രങ്ങൾ കൊണ്ട് ജപിച്ച, സിമ്പിൾസ് കൊണ്ട് ജപിച്ച, എനർജൈസ് ചെയ്ത മഞ്ഞൾപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ ഇഫക്റ്റ് എത്രത്തോളം വലുതാണ്. വിശ്വസിക്കുന്നവർക്ക് ഓക്കെ, വിശ്വസിക്കാത്തവർക്ക് നത്തിങ്. ഓക്കെ, ഞാൻ എനിക്ക് വേണ്ടി എപ്പോഴൊക്കെ മഞ്ഞൾപ്പൊടി റെഡിയാക്കുന്നു, ഞാൻ എനർജൈസ് ചെയ്താണ് ഉപയോഗിക്കുന്നത്. സോ ഞാൻ അതെൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടി തയ്യാറാക്കുമ്പോഴാണ് ഞാൻ നിങ്ങൾക്കും വേണ്ടി ഈ ഒരു കാര്യം നിങ്ങളെ അറിയിച്ചത്. ദോസ് ഹു വോണ്ട് യു ക്യാൻ ബുക്ക്. ഈ ഒരു പാക്കറ്റിലാണ്, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഓക്കെ, ആസ് വെൽ എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് മണി കപ്പ് ഓർഡേഴ്സ് ഞാൻ അഗെയിൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഐ തിങ്ക് ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് അറ്റ് ദിസ്. ഓക്കെ, ഇതെൻ്റെ ലാസ്റ്റ് ബാച്ച് ആയിരിക്കും ഞാൻ പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞ് ചോദിക്കുന്ന ആർക്കും എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് മണി കപ്പ് ലഭിക്കാൻ പാടാണ്. ബിക്കോസ് നിങ്ങൾ ഓരോരുത്തർ വന്ന് ബുക്ക് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓരോ കപ്പ് പ്രിൻറ്റിങ്ങിന് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ദോസ് ഹു വോണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ബുക്ക് ചെയ്യാം. ബിക്കോസ് വിത്തിൻ 2 days ഞാൻ എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് മണി കപ്പ് പ്രിൻറ്റിങ് കൊടുക്കാൻ പോകുകയാണ്. ഓക്കെ, ഫ്യൂ ഓഫ് ദ മണി കപ്സ് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. സോ ഇപ്പോൾ ബുക്ക് ചെയ്ത മെമ്പേഴ്സിന് വിത്തിൻ 3 to 4 days നിങ്ങളുടെ മണി കപ്പ് ഡിസ്പാച്ച് ചെയ്യുന്നതാണ്, നിങ്ങളെ അറിയിക്കുന്നതാണ്. സോ എഡ്യൂക്കേഷണൽ കപ്പ് ആൻഡ് മണി കപ്പ് വേണ്ട പ്രേക്ഷകർ, അതുപോലെ തന്നെ ഹീലേഴ്സ് ഈ ഗ്രൂപ്പ് കാണുന്നുണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിന് വേണ്ടിയിട്ടും ഈ കപ്സ് ഓർഡർ ചെയ്യാവുന്നതാണ്. ഗിഫ്റ്റ് ഐറ്റംസ് സെയിൽ ചെയ്യുന്ന മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ, ദാറ്റ് ഈസ് നിങ്ങളുടെ ഷോപ്പ് ഉണ്ട് ആൻഡ് നിങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് വിൽക്കാറുണ്ടെങ്കിൽ, ദീസ് ആർ ബ്യൂട്ടിഫുൾ കപ്സ് ഫോർ ഗിഫ്റ്റിംഗ്. എഡ്യൂക്കേഷണൽ കപ്പ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക്, പഠിക്കുന്ന ആർക്കും വളരെ ഉപകാരമാണ്. മണി കപ്പ് ബ്യൂട്ടിഫുൾ തിങ് ആണ്. നിങ്ങൾ ഫെങ്ഷുയി ഐറ്റംസ് വാങ്ങിക്കുന്ന അതേ എനർജിയാണ് മണി കപ്പിലുള്ളത്. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, മിസ്റ്റർ സതീഷ് ആണെന്ന് തോന്നുന്നു. ഇഫ് ഞാൻ പേര് തെറ്റാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെങ്കിൽ ഐ എം സോറി സർ. വിശ്വസിക്കുന്നവർക്കെല്ലാം നടക്കും, റൈറ്റ്? കപ്പുകളുടെ കാര്യം പറഞ്ഞപ്പോൾ കളിയാക്കി ഒരു കമൻറ്റ് ഇട്ടിരുന്നു. ഡിപ്പെൻസ് ഓൺ യു. ഓക്കെ, ഇതിലെനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ, എൻ്റെ ഗ്രൂപ്പിൽ ഞാൻ ഫ്രീ ഗ്രൂപ്പ് നടത്തുന്ന സമയത്ത് ഒരു മെമ്പർ ഡിസ്റ്റൻറ്റ് ഹീലിങ്ങിനെ കുറിച്ച് കളിയാക്കി പറഞ്ഞിരുന്നു. ദാറ്റ് ഡിസ്റ്റൻറ്റ് ഹീലിംഗ് എന്ന് പറഞ്ഞൊരു ഹീലിംഗ് ഇല്ല. ഓക്കെ, അതൊക്കെ പണമുണ്ടാക്കാനുള്ള ഒരു വേ ആണ് എന്നായിരുന്നു പറഞ്ഞത്. ആൻഡ് ദാറ്റ്സ് ആഫ്റ്റർ 1 year, ദാറ്റ് ഈസ് എൻ്റെ ഗ്രൂപ്പിൽ നിന്നൊക്കെ പോയി. അത് കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സർ എനിക്ക് ഒരു അപ്പോളജി ടെക്സ്റ്റ് അയച്ചിരുന്നു. ആൻഡ് എന്നോട് പറഞ്ഞിരുന്നു, മാഡം അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും ഇന്നെനിക്ക് മനസ്സിലാകുന്നു എങ്ങനെ ഒരാൾക്ക് ഹീൽ ചെയ്യാൻ പറ്റുമെന്നും ആൻഡ് ഹീലായി കഴിയുമ്പോൾ എങ്ങനെ ജീവിതം മാറും എന്നും. ഓക്കെ, സോ സാറിനും ഈ കപ്പുകളുടെ മഹത്വം അറിയുന്നില്ല. ദാറ്റ്സ് ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ. സാറുടെ സാഹചര്യങ്ങളിൽ സാർ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ദീസ് ആർ വാല്യുബിൾ തിങ്സ്. ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, സാറിന് വിശ്വാസമില്ലായിരിക്കാം. എൻ്റെ കുഞ്ഞുങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്, ദാറ്റ്സ് ഓൾസോ ദെയർ. എൻ്റെ ഫാമിലി മെമ്പേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
സോ യാ, വിശ്വാസമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഹീലേഴ്സ് ആൻഡ് ഷോപ്പ് ഓണേഴ്സ്, നിങ്ങൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബൾക്കിൽ ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് സെയിൽസ് ടീമിനെയോ അല്ലെങ്കിൽ പേഴ്സണൽ റീഡിംഗ് ആൻഡ് ഹീലിംഗ് ബുക്ക് ചെയ്യേണ്ട നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. 2 days ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പ്രിൻറ്റിങ്ങിന് കൊടുക്കുകയാണ്. സോ ദോസ് ഹു ആർ ലക്കി വിൽ ഗെറ്റ്, ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് പറയാനുള്ള അനൗൺസ്മെൻറ്റ്. സോ ലെറ്റ്സ് സീ വാട്ട് എൽസ്, എന്താണ് സ്പിരിറ്റ് ഗൈഡ്സ്, ഗാർഡിയൻ ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്നത് അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഹയർ ഹാർട്ട് ഓപ്പണിംഗ്, കമ്പാഷൻ. യാ, ഓക്കെ, I'll take one more. Awareness, crystal clear vision. Okay. High Priestess, expanding consciousness. All right. So സ്പിരിറ്റ് ഗൈഡ്സ് ആൻഡ് ഗാർഡിയൻ ഏഞ്ചൽസ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് ദാറ്റ് ബി ഓപ്പൺ ഹാർട്ട്. ഓക്കെ, നിങ്ങളുടെ ഹാർട്ട് ഓപ്പൺ ആക്കി വെക്കും. നിങ്ങൾ എന്ത് മെസ്സേജസ് ആണ് കേൾക്കാൻ പോകുന്നത് അത് നിങ്ങൾ ഒരു യുനോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ച് കേൾക്കാതിരിക്കുക. ഓക്കെ, ബിക്കോസ് യുനോ ആസ് വി സേ എർത്ത് ഈസ് എ സ്കൂൾ. എർത്ത് സ്കൂൾ ആണ്, നമ്മൾ പഠിക്കാനാണ് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങളും കമ്പാഷനായിരിക്കൂ, നിങ്ങൾ ഓപ്പൺലി കേൾക്കൂ. ഓക്കെ, മനസ്സിലാക്കാൻ ശ്രമിക്കൂ. ഹാർട്ട് ഇവിടെയും കാണിച്ചിട്ടുണ്ട്, ഇഫ് യു ക്യാൻ സീ. ഓക്കെ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ദിസ് ഇസ് ഹാർട്ട്. ഓക്കെ, ഫുള്ളി ഹീൽഡ് ഹാർട്ടാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ ഹീൽ ആകും, അതിൻ്റെ ഉറപ്പാണ്. ഈ ഒരു സംഭവം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയത് നിങ്ങളുടെ ലൈഫിൽ അവെയർനെസ്, നിങ്ങളുടെ ഡിവൈൻ പാർട്ട്ണറുടെ ലൈഫിൽ അവെയർനെസ് കൂടാൻ വേണ്ടിയിട്ടാണ്. ഐ ബിലീവ് ദാറ്റ് ഈ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ് ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകർക്ക് അവരുടെ ക്ലിയർ വോയിൻ്റ് എബിലിറ്റീസ് കൂടിയിട്ടുണ്ടാകാം, അവരുടെ ഇൻറ്റ്യൂഷൻ കൂടിയിട്ടുണ്ടാകാം, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആയി തീരുന്നുണ്ടാകാം. ദാറ്റ് ഈസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു അതിലൊരു സക്സസ് നിങ്ങൾക്ക് കാണാൻ തുടങ്ങിയിട്ടുണ്ടാകാം. ഓക്കെ, ചിലർ റിഗാർഡിങ് പ്ലാനറ്റ്സ് അല്ലെങ്കിൽ വാസ്തു പഠിച്ചിട്ടുണ്ടാകാം ആഫ്റ്റർ ദിസ് ഇൻസിഡൻറ്റ്. ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആണ് വന്നത്. നിങ്ങളുടെ കോൺഷ്യസ് ലെവൽ ആൻഡ് അൺകോൺഷ്യസ് ലെവൽ ഇവിടെ എക്സ്പാൻഷൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും തുടങ്ങിയിട്ടുണ്ട്. എവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഓ ഇങ്ങനെയൊന്നും നടക്കത്തേയില്ല, ഇതൊന്നും സംഭവിക്കുന്ന കാര്യമേ അല്ല എന്ന് പറഞ്ഞ പ്രേക്ഷകരായിരിക്കണം ഈ ഗ്രൂപ്പ് ഇപ്പോൾ കാണുന്നത്. ബിക്കോസ് ഇപ്പോൾ എന്ത് നടന്നാലും അതൊന്നും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. ഈവൻ തോ നിങ്ങൾ ബിലീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ, ഡസൻറ്റ് മാറ്റർ അറ്റ് ഓൾ. നിങ്ങൾ അത് കേൾക്കുന്നുണ്ടാകാം ആൻഡ് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാകാം. സോ ദാറ്റ് ഈസ് വാട്ട് ഹാഡ് ഹാപ്പൻ ആഫ്റ്റർ ദിസ് സിറ്റുവേഷൻ. സോ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഐ ഫോർഗോട്ട് ദിസ്. കീ ഓഫ് ലൈഫ്. കീ ഓഫ് ലൈഫ് കൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം. ഓക്കെ, ഐ ബിലീവ് പല പ്രേക്ഷകരും ഈജിപ്ഷ്യൻ സ്കൾപ്ചേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ ഡേറ്റീസുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, ഓർ കീ ഓഫ് ലൈഫ് സബ്ലിമൽസോ അല്ലെങ്കിൽ കീ ഓഫ് ലൈഫ് മെഡിറ്റേഷൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ പ്രാക്ടീസസ് നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, സോ ഈ വീഡിയോ കാണുന്ന പല പ്രേക്ഷകരും 1111 കണ്ടിന്യൂസ്ലി കാണുന്നുണ്ടാകാം, 33 എന്ന നമ്പർ കാണുന്നുണ്ടാകാം, ആൻഡ് 1010 എന്ന നമ്പർ കാണുന്നുണ്ടാകാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് നിങ്ങൾ ഇപ്പോൾ അറിയേണ്ട മെസ്സേജസ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും താങ്ക് യു സോ മച്ച്. സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രേക്ഷകർ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ഈ ചാനൽ, ആസ് വെൽ ആസ് ഡെഫിനറ്റ്ലി വോട്ടിംഗ് ചെയ്യുക ഇൻ എൻലൈറ്റൻ എൻചാന്റഡ് 1111 ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിലാണ് പോൾ ഇട്ടിരിക്കുന്നത്. So see you in my next video. Bye.